നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വിവാഹമാണ്, തീർച്ചയായിട്ടും വരണം. നീ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ കൂടെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കണ്ട. ഇത് നിന്റെ നാടൊന്നുമല്ല. അവർക്ക് എന്തേലും സംശയം തോന്നിയാ അപ്പൊ നിന്നെ പൊക്കിക്കൊണ്ട് പോവും. പിന്നെ എനിക്ക് ഇടിയുടെ പൂരമായിരിക്കും. അതുകൊണ്ട് പല വേഷത്തിലും പോലീസ് വന്ന് പല രീതിയിലും ചോദിക്കും. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. സംസാ മനസ്സിലായി. വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ആരാ? എന്റെ പേര് അർച്ചന എന്നാ. കുറച്ച് ദൂരെന്നാ ഞാൻ വരുന്നേ. എന്താ കാര്യം? 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അത് എന്റെ ഏട്ടനായിരുന്നു. ആ അപകടത്തിന്റെ കാര്യത്തില് ചെറിയൊരു സംശയമുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അതിനായിട്ട് വന്നതാ ഞാൻ. അതിന് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോന്നല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല. എനിക്കൊന്നും അറിയേയില്ല. അയ്യോ, ചേച്ചിയോട് ചോദിക്കാനല്ല ഞാൻ വന്നത്. ദേ, ആ പുറത്തിരിക്കുന്ന CCTV ക്യാമറയില് ആക്സിഡന്റ് പതിഞ്ഞു കാണും. ആ വിഷ്വൽസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. പറ്റില്ലെങ്കിലോ? ഈ നടു റോഡില് അങ്ങനെ പലതും നടന്നു കാണും. അത് ക്യാമറയെ പിടിച്ച് പുറത്തു കൊടുക്കലല്ല ഞങ്ങളുടെ ജോലി. ഇവിടെ ക്യാമറ വച്ചിരിക്കുന്നതേ ഞങ്ങളുടെ ആവശ്യത്തിനാ, അല്ലാതെ നിങ്ങളുടെ സംശയം തീർക്കാനല്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു തെളിവായത്. അതാ ഇത്രയും ദൂരം വന്നതും ഇവിടെ കാത്തു നിന്നതും. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അങ്ങനെ പറയൂ. ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് ഇന്നലെ മറ്റാരോ വന്നിരുന്നു മോൻ പറയുന്ന കേട്ടു. നടുറോഡിൽ നടന്ന ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് ഈ കണ്ട ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനാ? ഇന്നലെ ആരാ വന്ന്? അതൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഓരോരുത്തരായിട്ട് ഇവിടെ കയറി വന്ന അവസാനം ഞങ്ങളും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. അതിനൊന്നും ഇവിടെ ആർക്ക് സമയവും താല്പര്യവും ഇല്ല. കൊച്ചു പോവാൻ നോക്ക്. ചേച്ചി ചേച്ചി, നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കുഴപ്പം വരാതെ നീ നോക്കണ്ട. ഞങ്ങൾക്കറിയാം അത്. അതുകൊണ്ടാണ് പറ്റില്ലാന്ന് പറഞ്ഞേ. അതിനായിട്ട് നിന്നേ സമയം കളയണ്ട. തരില്ല എന്ന് പറഞ്ഞാ തരില്ല, അത്ര തന്നെ. ചേച്ചി, വന്നിടിച്ച ജീപ്പ് കുറെ നേരമായിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മുന്നിൽ കയറി പോവാനുള്ള സ്ഥലം ഉണ്ടായിട്ടും അയാൾ പോയില്ല. പിന്നീട് ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ ഞങ്ങളുടെ മുന്നിൽ പോയി. എന്നിട്ട് അനുപേട്ടൻ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോ അത് തിരിച്ചു വന്നാ ഇടിച്ചത്. എന്നിട്ട് ഒന്ന് നിർത്തി. അപ്പൊ തന്നെ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ആ ജീപ്പ് ഓടിച്ച ആളെയോ അതിന്റെ നമ്പരോ നീരൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല മേഡം.
മീരയ്ക്ക് ആരെയാ സംശയം? നിങ്ങളുടെ മനസ്സിൽ ഒരാളെങ്കിലും കാണുമല്ലോ. ആരായാലും പറഞ്ഞോ, ഒരു കുഴപ്പവും സംഭവിക്കില്ല. കുറെ ആൾക്കാരുണ്ടോ? അല്ല, മീര എന്തോ ആലോചിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇല്ല മാഡം, അങ്ങനെ ആരും സംശയമില്ല. ശരി, ഇനി അങ്ങനെ ആരെങ്കിലും ഓർമ്മ വന്നാ സ്റ്റേഷനിൽ വിളിച്ച് പറയണം. പറയാം മാഡം. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം ഇത് വെറും സംശയമാണോ അതോ തക്കതായ കാരണം കൊണ്ടുള്ള സംശയമാണോ എന്ന്. പോലീസ് വന്ന് ചോദിക്കുമ്പോ ആരുടെയും പേര് പറയരുതെന്ന് നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചത് ആരായാലും. രാജമല്ലിക അവരെ ഒന്ന് കാണുന്നുണ്ട്. പറഞ്ഞേക്ക് അവരോട്. മോളെ, ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ പോയിട്ട് പിള്ളേരെ ഇതുവരെ കണ്ടില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കിയേ എവിടെ എത്തിയെന്ന്. ആ, നിങ്ങൾ എവിടെയായെന്ന് വിളിച്ചു ചോദിക്കാൻ ഞാൻ ദാ അനക്കയോട് പറയുമായിരുന്നു. ഇതെന്താ ഇത്രയൊക്കെ വാങ്ങിയോ? എന്തായാലും പർച്ചേസിനായിട്ട് ഇറങ്ങിയതല്ലേ അച്ഛാ. അപ്പൊ വിവാഹത്തിന് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഞങ്ങൾ തന്നെ എടുത്തു. ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. അവർക്കിനി ആഭരണങ്ങളോ മറ്റോ വേണമെങ്കിൽ അവരെയും കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാന്ന് കരുതി. അർച്ചന കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല സെലക്ഷൻ നോക്കി എടുക്കായിരുന്നു. ആദ്യം അച്ഛന് വാങ്ങിച്ച ഡ്രസ്സ് ധനുഷും സ്നേഹം തന്നെ ഒരുമിച്ച് കൊടുത്താട്ടെ. എന്റെ വിവാഹമാണ്, തീർച്ചയായിട്ടും വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.